കാട്ടുതീ കിളിക്കുള്ളിൽ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ആ ഒരു ജോത്സ്യം പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഒരു റൂമിൽ പോയി ഇരുന്നൊക്കെ കഥ അടച്ചൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ എല്ലാവരും ഒക്കെ ഉറങ്ങിയെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സുഭാഷ് ചേട്ടൻ എണീറ്റിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു കത്തൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. എഴുതി വെച്ചിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് കിളിക്കൂട് വിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മളെ നിധി വന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ സുഭാഷ് ചേട്ടനെ അവിടെ നിന്ന് കാണുന്നതൊന്നുമില്ല. നമ്മളെ നികേഷ് ആണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, "ഏട്ടത്തി ഏട്ടൻ എന്തിയെന്ന്?" ചോദിക്കുന്ന സമയത്ത് നമ്മളെ നിധി പറഞ്ഞു, "എനിക്കറിയത്തില്ലടാ, ഞാനാണെങ്കിൽ 5 മണിക്കൊക്കെ എണീറ്റതാ. പക്ഷേ ഞാൻ സുഭാഷ് ചേട്ടനെ അപ്പം തൊട്ടേ ഞാനിവിടെ കാണുന്നില്ല" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നിധിയൊക്കെ വന്നിട്ടാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, "സുഭാഷ് ചേട്ടനെ ഇവിടെ കാണുന്നില്ല, കണ്ടോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷൊക്കെ പറഞ്ഞത് ചിലപ്പം ഏട്ടൻ എന്തെങ്കിലും മലക്കറിയോ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി കാണുമെന്ന് പറയുന്ന സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, "ഇത്രയും നേരം വിളക്കുമ്പോൾ മലക്കറിയൊക്കെ മേടിക്കാൻ പോകുമോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, "ഇതൊരു കാര്യം ചെയ്യ് സുധീഷ്, ഒരു കാര്യം ചെയ്യ്, സുഭാഷ് ചേട്ടൻ്റെ ഫോണിലൊന്ന് വിളിച്ച് നോക്കാനൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ സുധീഷ് വിളിക്കുന്ന സമയത്ത് ഫോണൊക്കെ സ്വിച്ച് ഓഫാ പറയുന്നത്. ആ സമയത്താണെങ്കിലും നമ്മളെ സുധീഷാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "നീ ഏട്ടൻ്റെ റൂമിൽ പോയി നോക്ക്, ഇനി അവിടെങ്ങാനും ഫോണെങ്ങാനും ചാർജ് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞ് പോയി നോക്കാൻ പറയുന്നുണ്ട്. നമ്മളെ നികേഷ് പോയി നോക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു കത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്ന നമ്മളെ "ഇതൊക്കെ എൻ്റെ അനിയന്മാരുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് ഇനി നിധിയും ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീട് വിട്ട് പോവാന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ കത്തൊക്കെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളെ നികേഷ് പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മളെ സുധീഷിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ടൊക്കെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നത്, "എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമെന്നും" പറഞ്ഞിട്ട് നമ്മളെ സുധീഷും നിധിയും കൂടെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ അവിടെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവർ കേസൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ എല്ലാം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് വെച്ചൊക്കെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ നമ്മളെ സുധീഷിനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, "സുഭാഷ് ചേട്ടന് എന്തെങ്കിലും പറ്റിക്കാണോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, "ഇല്ല, സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല" എന്നൊക്കെ പറഞ്ഞ് നിധിയാണെങ്കിൽ നമ്മളെ സുധീഷിനെ ഒന്ന് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഭാസ്കരനാണെങ്കിലും ഹരീഷും നികേഷും സുധീഷൊക്കെ ആണെങ്കിൽ പലരും പല വഴിക്കായിട്ട് നമ്മളെ സുഭാഷ് ചേട്ടനെ അന്വേഷിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സുഭാഷ് ചേട്ടൻ കിളിക്കൂട്ടി ഇല്ലെങ്കിൽ എല്ലാവർക്കും സങ്കടമാവുമല്ലോ. കാര്യം എല്ലാവർക്കും അനിയന്മാരെ ആണെങ്കിലും നിധിയുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളെ സുഭാഷ് ചേട്ടൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം പിന്നെ ആർക്കും സഹിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ അനിയന്മാരൊക്കെ എന്തായാലും നമ്മളെ സുഭാഷ് ചേട്ടനെ കണ്ടുപിടിക്കുമായിരിക്കുമല്ലേ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.